വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപ്. പുതിയ തീരുമാനങ്ങളും പദ്ധതികളുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ ആ ചടങ്ങിൽ പെട്ടെന്നാണ് ഒരു 13കാരനിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിയുന്നത്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്, സവിശേഷതയുണ്ട്. ഡാനിയൽ എന്ന US സീക്രട്ട് സർവീസിലെ അംഗത്തെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞത്. ആ പ്രഖ്യാപനത്തെ വലിയ കയ്യടികളോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. ഒന്ന് കാണുക. Joining us in the gallery tonight is a young man who truly loves our police. His name is DJ Daniel. He is 13 years old and he has always dreamed of becoming a police officer. I am asking our new Secret Service Director, Sean Curran, to officially make you an agent of the United States Secret Service. സൗമ്യ കൃഷ്ണയാണ് നമുക്ക്. സൗമ്യ, അപ്പോൾ ട്രംപിനെ പലവിധ വാർത്തകളുടെ പേരില്ലേ ചില സമയത്ത് വില്ലനായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിന് ദൂതൻ, അങ്ങനെ പല വിധത്തിൽ പല ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് അങ്ങനെ പോകട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ആന്ധ്രയിലുമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു രോഗത്തോട് മല്ലിടുന്ന കുട്ടിക്ക് കമ്മീഷണറായിട്ട് ഒരു ദിവസം ഇരിക്കണം അല്ലേ, അങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. ഇതെങ്ങനെയാണ് അമേരിക്കൻ സീക്രട്ട് സർവീസിലേക്ക് ഈ ഡാനിയൽ എത്തുന്നത്? ആ പ്രഖ്യാപനം ട്രംപ് തന്നെ നടത്താനിടയായതൊക്കെ? തീർച്ചയായും നമ്മളെല്ലാവരുടെയും ഉള്ളിൽ തട്ടുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. 6 വയസ്സുള്ളപ്പോഴാണ് DJ ഡാനിയൽ, ദേവോജയ ഡാനിയൽ എന്നാണ് കുട്ടിയുടെ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. DJ ഡാനിയൽ, അങ്ങനെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ പേര് വിളിക്കപ്പെടുന്നത്. DJ ഡാനിയലിന് 6 വയസ്സുള്ളപ്പോഴാണ് തലച്ചോറിന് അർബുദം സ്ഥിരീകരിക്കുന്നത്. ആ 6 വയസ്സുള്ളപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഇനിയൊരു ഏതാനും മാസങ്ങൾ, 5 or 6 മാസം മാത്രമേ ഈ കുട്ടി ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവൻ അപ്പോഴെല്ലാം ആഗ്രഹം ഒരു പോലീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ ഈ നിയമനിർവഹണ ഏജൻസികളിലെ ഏതിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാണ് ആ ചെറിയ പ്രായത്തിൽ അവന് ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ടുള്ള 6-7 വർഷങ്ങൾ ഈ കുട്ടി നടത്തിയ പോരാട്ടം, ഈ അർബുദത്തിനെ അതിജീവിക്കുക എന്നതിനുപരി ഓരോ വർഷവും നമുക്കറിയാം അർബുദം എത്രത്തോളം ഒരു കുഞ്ഞിനെ, പ്രത്യേകിച്ചും അവൻ്റെ ആരോഗ്യം എത്രത്തോളം മോശമാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അത്രയും മോശം സാഹചര്യങ്ങളിൽ പോലും അവൻ ഓരോ ഇതുപോലുള്ള ഏജൻസികൾ, ഇപ്പോൾ സീക്രട്ട് സർവീസ് ഏജന്റ് ഈ സീക്രട്ട് സർവീസിന്റെ ഭാഗമായി അവനെ എടുത്തിരിക്കുന്നു, ഓണറി അംഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് കൂടാതെ തന്നെ പലതരം നിയമനിർവഹണ ഏജൻസികളുടെയൊക്കെ അടുത്ത് ചെല്ലുക, അത്തരം ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോവുക, അവരെ കണ്ട് അവരുമായി ഇടപഴകി അവരിൽ പല ഏജൻസികളും ഇപ്പോൾ തന്നെ DJ ഡാനിയലിനെ ഈ ഓണറി അംഗമായി സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു വിശ്വസിക്കാനാകാത്ത, എന്നാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന, ഇച്ഛാശക്തി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനം, അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ കൊച്ചുകുട്ടി 13 വയസ്സുകാരൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോക ശ്രദ്ധ ഇപ്പോൾ പിടിച്ചു പറ്റിയിരിക്കുന്നത്. ദിവിഷ്, എന്തായാലും അവൻ്റെ ആ ഒരു സന്തോഷം അല്ലേ, അതൊരു പക്ഷേ ഈ ഇങ്ങനെയൊരു പ്രഖ്യാപനം വരുമ്പോൾ അവൻ അനുഭവിച്ച സന്തോഷം, അത് നമുക്ക് ഒരു തരത്തിലും വാക്കുകൊണ്ടോ ഒന്നും പറയാൻ കഴിയാത്ത അത്ര മൂല്യം ആ സന്തോഷത്തിനും ശരിക്കുമുണ്ട്. DJ ഡാനിയൽ ഇനിയും അല്ലേ സന്തോഷത്തോടെ, അഭിമാനത്തോടെ അവൻ ഇനിയും ഒരുപാട് ആളുകൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി.